ഓണസദ്യയിലെ പ്രധാനപ്പെട്ട വിഭവമായ നമ്മുടെ എരിശ്ശേരി എളുപ്പത്തിലൊന്നും ഉണ്ടാക്കി നോക്കിയാലോ? പലരും പല രീതിയിലല്ല എരിശ്ശേരി ഉണ്ടാക്കുക. ഞാനും അതെ കേട്ടോ. എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, ഞാൻ തിരുത്തിക്കോളാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടി ഒരു 4 പിടിയോളം വൻപയർ നന്നായി കഴുകി കുക്കറിലിട്ടിട്ട് 1.5 കപ്പോളം വെള്ളമൊഴിച്ച് ഒരു 4 വിസിൽ അടുപ്പിക്കണം കേട്ടോ. ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വൻപയർ, അതുകൊണ്ടാണ് 4 വിസിൽ. സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു വിസിൽ അടിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു അളവിൽ മത്തൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുരുവും തോലൊക്കെ കളഞ്ഞ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കല്ലുപ്പ്, ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കണം. പക്ഷേ ഈ കളറ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഇത് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടതിൻ്റെ കളറാണ്. നോർമലായിട്ടുള്ള പൗഡറാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത്, പക്ഷേ തെറ്റിപ്പോയി കേട്ടോ. ബോട്ടിലെടുത്തത് തെറ്റിപ്പോയി, അതാണ് കാരണം. നിങ്ങളിടുമ്പോൾ സാധാ പൗഡർ തന്നെ ഇട്ടാൽ മതി കേട്ടോ. നമുക്കിത് ഇനി അടച്ച് വെച്ച് വേവിക്കാം. ഒരുപാട് വെള്ളമൊഴിച്ച് വേവിക്കാൻ പാടില്ല കേട്ടോ നമ്മുടെ മത്തൻ, കാരണം വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, അതാണ് കേട്ടോ. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു അരമുറിയോളം തേങ്ങ, 3 പച്ചമുളക്, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, പിന്നെ ഒരു 10-15 കുരുമുളകും കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. കുറച്ച് വെള്ളം ഒഴിക്കണം. ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, എന്നാൽ കുറച്ച് തരിയൊക്കെ ഉള്ളത് നല്ലതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ മത്തനൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം അവിടെ ഇരുന്നോട്ടെ കേട്ടോ, നല്ലതാണ്. കളറ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല എരിവുണ്ട്, എരിവൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കുക കേട്ടോ. 5 മിനിറ്റ് മതിയേ, അപ്പോഴത്തേക്കും നമ്മുടെ പച്ചമണമൊക്കെ മാറി കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കണ്ടോ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ച് പയർ ഇട്ട് കൊടുക്കാം കേട്ടോ. പയറൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ. അതിനകത്ത് വെള്ളമൊന്നുമില്ല, അതുപോലെ തന്നെ വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല കേട്ടോ. അത്യാവശ്യത്തിന് നല്ല വേവും കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം ഈ പയർ ഇതിനകത്ത് ഇങ്ങനെ കിടക്കട്ടെ കേട്ടോ. ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചേക്കണം കേട്ടോ. ഈ മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കണം. അതിന് വേണ്ടി ഒരു 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വറ്റിക്കരുതേ. ഒരുപാട് വറ്റിച്ചാലും അവസാനം എന്താ പറയുക, തണുക്കുമ്പോൾ ഒരുപാട് ഡ്രൈ ആയി പോകും. ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ കഴിക്കാൻ തന്നെ ഒരു സുഖം ഉണ്ടാവും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പയറിലും മത്തനിലൊക്കെ നല്ല രീതിയിൽ നമ്മുടെ അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കാച്ചാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ 1 പിടിയോളം തേങ്ങയാണ് കേട്ടോ. തേങ്ങ ഇടണം, മസ്റ്റാണ്. എല്ലാവരും ഇടുന്നതായിരിക്കും. നമ്മുടെ തേങ്ങ നന്നായി മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇത് ഞാൻ ചെയ്തു വന്നപ്പോൾ നന്നായി മൂത്ത് പോയേ. നമ്മൾ എന്നിട്ട് കാച്ചി ഒഴിക്കുന്നുണ്ട്. ഇപ്പം നല്ല രീതിയിൽ നമ്മുടെ എരിശ്ശേരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുമ്പോൾ തണുത്ത് പോയാലും വലിയ കുഴപ്പമുണ്ടാവില്ല. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. അപ്പോൾ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത് നല്ലതാണ്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം എന്തായാലും. അപ്പോഴാണ് ഇതൊക്കെ ചൂടാകുമ്പോഴായാലും നമുക്ക് കഴിക്കാനൊക്കെ ഒരു സുഖം ഉണ്ടാവുക കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് തിക്കായി പോയാലും ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കാൻ. വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.